എൻ്റെ അമ്മ പേടിക്കണ്ട, ഞാൻ വന്നോളാം. എടി കള്ളി, നീ മലയാളിയായിരുന്നല്ലേ? ഹാ മാമി, നിനക്ക് മലയാളം അറിയായിരുന്നോ? എടി അത് വന്ന് മലയാളത്തിൽ പറയടി, കള്ള മലയാളി. അയ്യോ, എന്നാലും എന്റെ മാമി, നിനക്കൊരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ നീ മലയാളിയായിരുന്നു? അല്ല, ഇവളെന്തിനാ ഇതിന് ഇത്ര എക്സ്പ്രഷൻ ഇടുന്നത്? ഇവളിത് ഓവറാക്കി ചളവാക്കും. അവളുടെ എക്സ്പ്രഷൻ കുറഞ്ഞു പോയില്ലെങ്കിലേ ഉള്ളൂ. പാവോടി, ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതേ ലൈബ്രറിയിലോട്ടാ. എന്തിനാന്നറിയാവോ? അവിടെ പോയി തമിഴ് ബുക്ക് വാങ്ങിക്കാൻ. തമിഴ് പഠിക്കാനുള്ള പുറപ്പാടിലായിരുന്നു കൊച്ച്. നിജമാവാ? വാമി, നീ ഇപ്പോഴും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല. നീ മലയാളിയായിട്ടും എന്തിനാ ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് തമിഴ് സംസാരിക്കുന്നത്? അയ്യോ, ഇങ്ങ പാരടി, ഞാൻ മലയാളി ഇല്ലേ. മലയാളി അല്ലേ? അല്ല, അപ്പൊ നീ മലയാളം പറഞ്ഞതോ? ഓ അതുവാ, அது அப்பா அம்மா வந்து மல்லூஸ் தான். ஓகே ஃபைன், நான் உனக்கு மலையாளம் ப்ளஸ் தமிழில் மிக்ஸ் பண்ணினா சொல்லித்தரேன், ஓகேயா? എൻ്റെ അപ്പാവും അമ്മാവും മല്ലൂസാണ്, ഓക്കെ? ഞാൻ പിറന്നതും വളർന്നതും പഠിത്തതും ഐ മീൻ ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും മധുരയിൽ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ്, ഓക്കെ? അങ്ങനാണ് അപ്പൊ കാര്യങ്ങള്. അല്ലടി, എനിക്കൊരു ഡൗട്ട്. നിന്റെ പേരൻസ് എന്താ അവരുടെ കൂടെ നിന്നെ കേരളത്തിലോട്ട് കൊണ്ടുവരാതിരുന്നത്? Actually, my parents were really busy with their careers. என் அப்பா வந்து സുപ്രീം കോർട്ട് ലോയതാ, അമ്മ ഹൈക്കോർട്ട് ലോയോ. അല്ലടി, ഈ തമിഴ്നാട്ടിൽ കിടക്കുന്ന നീ ഇങ്ങനെ അപ്പൊ മലയാളം പഠിച്ചത്? നിന്റെ പേരൻസ് ആണെങ്കിൽ ഇവിടെയും, നീ ആക്കി തമിഴ്നാട്ടിലും. അപ്പൊ ഈ മലയാളം? എടാ ജയ്, എന്നാലും നിനക്കൊന്ന് നിന്റെ വീട്ടിൽ പൊക്കൂടെ? എന്റെ പൊന്നിച്ചു, നിനക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? എടാ, ഒന്ന് പറയുന്നത് മനസ്സിലാക്ക്. നിന്റെ അമ്മ എന്നും എന്നെ വിളിച്ച് നിന്റെ കാര്യങ്ങൾ ചോദിക്കൂടാ. എനിക്കാണെ പാവം തോന്നുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ മാറിപ്പോയത് ഈ കഴിഞ്ഞ 6 മാസം കൊണ്ടാ. ഒന്ന് ആലോചിച്ച് നോക്കടാ, എന്ത് രസമായിരുന്നു നമ്മളെല്ലാവരും നിന്റെ വീട്ടില്. ശരിയാ, ഇവന്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ ഞാനങ്ങോട്ട് പോവാത്തത് പോലാണല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോവാറുണ്ട്, അതുപോലെ. അത് മാത്രം പോരല്ലോ, നീ പഴയതുപോലെ അവിടെ പോയി താമസിക്കണം. ഹെടാ, ഇവന്മാർ ഈ വീടെടുത്തിരിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ഇവന്മാരുടെ വീട്ടുകാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇവന്മാർ ഈ വീട്ടിൽ പോവാത്തതെന്നെങ്കിലും പറയാം. എന്നാ നീയോ? നല്ലൊരു വീടും സ്നേഹിക്കാൻ അറിയാവുന്നൊരു അച്ഛനും അമ്മയും ഉണ്ടായിട്ടല്ലേടാ നീ ഇവിടെ വന്ന് കിടക്കുന്നത്. എടാ, അവളെ നീ നോക്കണ്ട, അവള് പറയുന്നതിലും കാര്യമുണ്ട്. എടാ, അമ്മയില്ലാത്തതിന്റെ വിഷമം എനിക്കറിയാം, അതുകൊണ്ട് ഈ പറഞ്ഞു തരുന്നത്. മതി മതി, ഇനി സെന്റി പിടിച്ച് കയറാൻ നിക്കണ്ട. നീ പറഞ്ഞത് ഞാനൊന്ന് ആലോചിക്കാം. നീ ആലോചിക്കാന്ന് പറഞ്ഞല്ലോ, അത് കേട്ടാ മതി. അല്ല, ഇത് കുറെ നേരം ആയല്ലോ, ഇതുവരെയായിട്ടും നിങ്ങളുടെ പാചകം തീർന്നില്ലേ? ഹലോ മാഡം, ഈ ടേസ്റ്റ് ഉള്ള ഫുഡ് ഉണ്ടാക്കാനേ കുറച്ച് താമസമൊക്കെ ആവും. പിന്നെ കേട്ടിട്ടില്ലേ, പാചകം ഒരു കലയാണെന്ന്? കലയൊരു കൊലയാവാതിരുന്നാ മതി. എനിക്ക് എന്തായാലും ഫുഡ് വേണ്ട. പപ്പയും വല്യപ്പയും ഇന്ന് വരുന്നുണ്ട്. ചിലപ്പോ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും. ഓ, അവരിന്നല്ലേ വരുന്നത്? ജാ, ഇവളെ വീട്ടിൽ കൊണ്ട് വിട്ടേക്ക്. ഇല്ലല്ലേ അവന്മാര് സീനാക്കും. നീ പറഞ്ഞത് ശരിയാ, വാടി പോകാം. ജാ പൊട്ടന്മാരെ, ഞാൻ പോവാ. പിന്നെ എന്റെ ചെക്കനെ കൊന്നേക്കല്ലേ, കേട്ടല്ലോ? നല്ല ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുത്തോണം. അതെ, വലിയ ഡയലോഗ് ഇറക്കാതെ മോള് ചെല്ലാൻ നോക്ക്.
അകത്ത് കയറിയിട്ട് പോ. ഏയ് ഇല്ലച്ചു, നീ അകത്ത് ചെല്ല്. ഞാൻ അകത്ത് വന്നാ ശരിയാവില്ല. ഞാൻ പോവാ. വാടാ, അവന്മാരൊന്നും പറയില്ല, നീ വാ. ശരി, ഞാൻ വരാം. ഓ, വന്നോ? ഇച്ചു വന്നോടാ? ആ, വന്നു. പപ്പാ, ഇനി ഒരാഴ്ചത്തേക്കിന് ഞാൻ ഇങ്ങോട്ടും വിടില്ല. പോവാൻ നോക്കരുത്, ഞാൻ സമ്മതിക്കില്ല, കേട്ടല്ലോ? ഉറപ്പ് പറയാൻ പറ്റില്ല എന്റെ മോളെ. അല്ല, ഇതാരാ? ജയ്യോ? ഇങ്ങോട്ട് വാടാ. കൊറേ ആയല്ലോ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ട്. നമ്മള് പാവങ്ങള് ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ടേ. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് ഇവിടെ കാണാത്തത്. അതെന്താടാ അങ്ങനൊരു വർത്താനം? ആഹാ, മുതിർന്ന നേതാവ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇവനെ ഇന്ന് ഞാൻ ആ അല്ലടാ, നിന്റെ അച്ഛനെന്തേ? അയാളെ ഒരു ആവശ്യത്തിന് വിളിച്ച കിട്ടില്ലല്ലോ. എന്താ വല്യോപ്പാ, പുതിയ കേസ് വല്ലതും ഒപ്പിച്ചോ? അത് പിള്ളേരറിയാറായിട്ടില്ല. നിർത്താറായില്ലേ ഈ നശിച്ച രാഷ്ട്രീയം? ഹ, അങ്ങനെ പറയാതെ ഇച്ചുമോളെ. നിങ്ങളൊക്കെയല്ലേ ഞങ്ങളുടെ കാലം കഴിഞ്ഞ ഈ പാർട്ടിയൊക്കെ കൊണ്ട് നടക്കേണ്ടത്. എനിക്കിപ്പോ ഇവരില് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഒന്ന് നിർത്താറായില്ലേ ഇവിടുത്തെ ഈ ചർച്ച? എനിക്ക് വിശക്കുന്നുണ്ട്. കൊച്ചു മഹാറാണി വന്നില്ലേ? ഇനിയെങ്കിലും എല്ലാരും ഒന്ന് വാ. ഇവനിതെന്താ പറ്റിയേ? വന്ന നേരം തൊട്ട് ഇടത്തോട്ടാണല്ലോ. അത് ഞാൻ കാരണമാ. ഞങ്ങള് രാവിലെ ഒന്ന് ഉരസിയായിരുന്നു. എടാ എടാ, നിന്നോട് പറഞ്ഞിട്ടില്ലേടാ എന്റെ പിള്ളേരോട് കളിക്കാൻ നിൽക്കരുതെന്ന്? ആ ആ ആ, എന്റെ പൊന്ന് ഡേവിസ് അങ്കിളെ വിടി വിടി വിടി, വേദനിക്കുന്നു. ആ. ഇനി അവന്മാരോട് വഴക്കിടാൻ വല്ലതും ചെന്നാലാ എന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഇനിയും കിട്ടും. ആ മോനെ ഡാർവി, നീ പോയി ഫുഡ് എടുത്ത് വെക്കടാ. ആ ഡിക്സ, നീയും പോയി അവനെ സഹായിക്ക്. ചെല്ലു പോ. ആ ഓക്കെ ഓക്കെ. എന്റെ പൊന്നങ്കിളെ, അവന്മാര് പോയി. ഇനിയെങ്കിലും എന്റെ ചെവിയിലൊന്ന് വിട്. എന്താടാ മോനെ, വേദനിച്ചോ? ഹേയ് ഇല്ല, നല്ല സുഖമായിരുന്നു. മക്കളെ സന്തോഷിപ്പിക്കാൻ കിളവൻ എന്റെ ചെവി പൊന്നാക്കി. ഹാ, കുറച്ചുകൂടെ കൊടുക്കു വല്യോപ്പാ. ഇവനല്ലേലും കുറച്ച് അടിയുടെ കുറവുണ്ട്. ഡീഡി ഇളയല്ലേ? ആ, എന്നാ ഞാൻ പോവാ അങ്ങോട്ട്. നിങ്ങള് നേതാക്കളും അണികളും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. ഹാ, നിക്കടാ അവിടെ. നിനക്കെന്താ ഇത്ര ധൃതി? വാ, കഴിച്ചേച്ചും പോവാം. ഏയ്, ഇപ്പൊ എനിക്ക് ടൈമില്ലങ്കിളെ, കുറച്ച് പണിയുണ്ട്. അപ്പൊ ശരി, രാത്രി യാത്രയില്ല. அப்புறம் என்னாச்சு கண்ணா? அப்புறம் அந்த பையன் இல்லையா, அந்த சீனியோ, அவ என்ன ரொம்ப திட்டாரப்பா. ஐயோ, அப்படியா? ஆமா, திட்டாரப்பா. എന്തായാലും ആ ചെക്കന്തിനെ വഴക്കു പറഞ്ഞതില് ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ഒരു ചെക്കന്റെ പുറകെ നടന്ന് ശല്യം ചെയ്താ അവൻ പിന്നെ നിന്നെ എന്താ ചെയ്യേണ്ടത്? அப்பா, உன்னோட பொண்டாட்டி அதிகமா பேசுற. ஹேய் டீ, வாய் முடி. போதுவ செல்லம். போதும். ഓ, അപ്പയും മോളും ഒക്കെ ഒന്നായി. നമ്മള് പുറത്തു. அம்மா, இந்த சட்னி சூப்பரா இருக்கு. അത് ഞാനുണ്ടാക്കിയതല്ല, നിന്റെ റുക്കുവാൻറ്റി ഉണ്ടാക്കിയതാ. ருக்கு ஆண்டியா? நான் போய் அவங்கள பார்த்துட்டு வரேன். അവള് വന്ന ടൈം തൊട്ട് റുക്കുവിന്റെ വീട്ടിലാ. ഇപ്പോഴാ നമ്മുടെ വീട്ടിലൊരു കളിയും ചിരിയൊക്കെ വന്നത്. ഏയ്, ഹാപ്പി ആവടോ. നീ പോടാ, നീ പണ്ടേ ഉടായിപ്പാ. എന്താണ് എന്റെ ചിഞ്ചു? നീ വന്നേ, നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിരിക്കാന്നേ. നീ ഒന്ന് പോയേ. ശ്ശേ. ആ രേഷ്മ, അല്ല എന്തൊക്കെയുണ്ട് വിശേഷം? ആ, ഒരു ചായ കുടിക്കാൻ പോയാലോ? നിനക്ക് വേറെ ഒരു പണിയില്ലടാ കോഴി. ഇത്രയും നാളായിട്ടും നിന്റെ കോഴിത്തിനെ നിർത്താറായില്ലേ? ഓ, ഇവളുമാരൊന്നും തൽപര കക്ഷികളല്ല. ഹാ ഗ്രീഷ്മ, അവിടെ നിക്കടാ. ആ അളിയ. നീ എന്താടാ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വരാഞ്ഞത്? എടാ, ഞാൻ ഇന്നലെ ലാൻഡ് ആയടാ. പക്ഷേ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നപ്പോഴാ എന്റെ കസിൻ ഇല്ലേ, ആ ജിത്തു,
ആ ജന്തു എന്നെ അവന്റെ വീട്ടിൽ വിളിച്ചടാ. പിന്നെ ഞാൻ അവിടെ അങ്ങ് കൂടി ഇന്നലെ. അല്ല, എന്തായി നിന്റെ തീർത്ഥാടനമൊക്കെ? ഞാൻ നന്നായടാ. പുണ്യ സ്ഥലങ്ങളിലൊക്കെ പോയി എന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു. ഇനി ഒരു പുതിയ മനുഷ്യനായിരിക്കും. ഞാൻ കുടി നിർത്തി. പകരം ശിവമൂലിയായിരിക്കും അല്ലടാ? ഏയ്, ഞാനോ? പോടാ. ഓ, അപ്പൊ നീ നിന്റെ കോഴിത്തരമൊക്കെ നിർത്തിയോ? ഷോ, ഇനി ഇവിടുത്തെ പെമ്പിള്ളാരെയൊക്കെ ആര് നോക്കും? അത് പിന്നെ ഓ, നന്നാ സമ്മതിക്കില്ലല്ലേ? അത് പിന്നെ ഞാൻ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയാ പോയത്. ആ, അങ്ങനെ പറ. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. എന്നിട്ടാണ് അവന്റെ ഒരു നാടകം. ഹോ, തീർത്ഥാടനം. അല്ലടാ, കെവിൻ എന്തേ? അവൻ വന്നപ്പോഴേ അവന്റെ ആ സങ്കേതത്തിലോട്ട് കേറി അവന്റെ കാമുകിമാരെ തൊട്ട് തലോടി ഒന്ന് വായിച്ചിരിക്കാൻ പോയേക്കുക. ആ ലൈബ്രറി ചെന്നാലറിയാം ഇനി ഏതൊക്കെ പുതിയ ബുക്കുകളായിരിക്കും ഫ്രണ്ടിൽ കാണുന്നതെന്ന്. നീ പോയി അവനെ വിളിച്ചോണ്ട് വാടാ. എനിക്ക് അവന്റെ ഒരു ആവശ്യമുണ്ട്. വാമി എന്താടി വരാത്തെ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. അവള് വരേണ്ട ടൈം കഴിഞ്ഞല്ലോ. ഗുഡ് മോർണിംഗ്. എവിടായിരുന്നടി ഇത്രയും നേരം? കാലയിൽ എഴുന്നേക്ക ലേറ്റ് ആയിടിച്ചടി. മോർണിംഗ് എഴുന്നേക്ക ലേറ്റ് ആയി എന്ന് മില്ലലെങ്കെ. അവള് മിസ്സിനെ കാണാൻ പോയേക്കുവാ. രാവിലെ തുടങ്ങിയോടി നിന്റെ സീനിയർ പ്രേമം. പ്രേമമാ? ഇത് പ്രേമെല്ലാം കിടയാതടി. ഞാൻ പോയി അവരെ ഇറിറ്റേറ്റ് ചെയ്ത് വരാം. രാവിലെ തെറിയേക്കാൻ പോകുന്ന പോക്ക് നോക്ക്. കാവടി തുള്ളി പോകുന്ന പോക്ക് കണ്ടാലേ അറിയാം ലാസ്റ്റ് ട്രാജഡി ആവൂന്ന്. ജയ്, ദോ വരുന്നടാ ആ തമിഴെത്തി. ദേ നോക്ക്, അവളെ മൈൻഡ് പോലും ചെയ്തേക്കരുത്, കേട്ടല്ലോ? ശരിയടി. ഗുഡ് മോർണിംഗ് സീനിയർ. ഗുഡ് മോർണിംഗ് അക്ക. എന്താ വേണ്ടേ? എന്നാ ചക്ക? ഡേ നിർത്തിക്കോ, നിന്റെ കള്ളത്തരമൊക്കെ എനിക്ക് മനസ്സിലായി. അയ്യോ, ഇവർക്ക് തിരിച്ചടിച്ചാ? അക്ക. ഡേ, പണി പാളിന്ന് തോന്നുന്നു. അവർക്ക് മനസ്സിലായി കാണും, അവർക്ക് മലയാളം അറിയാന്ന്. ഡേ ഇവിടെ വാ. ഞങ്ങളോ? നിന്നെയൊക്കെ തന്നെയാ, ഇവിടെ വാ. അല്ല, എന്താ ചേച്ചി? ഈ പെണ്ണിനോട് ഞാൻ പറഞ്ഞ ഹിവക്കത് മനസ്സിലാവില്ല, അതാ നിന്നെയൊക്കെ വിളിച്ചത്. എന്താടി, എന്താ നീ പറയാൻ പോകുന്നേ? ഡീ പെണ്ണെ, ഇതെന്റെ ജയ്യ എന്ന് വെച്ചാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ മാത്രം ബെസ്റ്റ് ഫ്രണ്ട്. ഇവനോട് കൂട്ടുകൂടാനേ നീ നിക്കണ്ട. വന്ന ടൈം തൊട്ടേ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനോട് കൂട്ടുകൂടാൻ വേണ്ടി എപ്പോഴും വന്ന് മിണ്ടലും ഒരു ഒട്ടലും ഒക്കെ. നിന്റെ ആ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഡീ പെമ്പിള്ളാരെ, ഇവളുടെ ഉദ്ദേശം നടക്കില്ലെന്ന് തമിഴിൽ പറഞ്ഞു കൊടുക്ക്. ഇതുവാ കടവുളേ, നപ്പായന്തേ പോയിട്ട്. അയ്യേ, ഇതായിരുന്നു കാര്യം. എടി, അവളെ രക്ഷപ്പെട്ടു. എന്താ, നിങ്ങളിപ്പോ എന്തേലും പറഞ്ഞോ? അത് പറഞ്ഞു കൊടുക്കാന്നാ പറഞ്ഞത് ചേച്ചി. വാടാ, നമുക്കിവിടുന്ന് പോകാം. സീനിയർ മോഹം കണ്ടാൽ ഇന്നേത് പെണ്ണും പോച്ച്. അല്ല, ഇവിടിതെന്താ? രണ്ടും കൂടെ ഇവനെന്താ ഈ ചെയ്യുന്നേ? അവന്റെ കയ്യിന്ന് വിടടി. ഇവളുമാരിതെന്തീ കാണിക്കുന്നേ? ഇച്ചു, നീ ഇതെന്ത് ഭാവിച്ചോണ്ടോ? கண்மணியா கத்திச்சவா അവളുമാർ അവനെയും കൊണ്ടേ പോകൂന്ന് തോന്നുന്നു.
ഇത് പണിയാകും.